കെ ബാബുവിനെ രക്ഷപ്പെടുത്താൻ കേരള പോലീസും രംഗത്ത്. ബാബുവിനെതിരെ കേസ് എടുക്കണമെന്ന പരാതി ഫോർട്ട് പോലീസ് സ്വീകരിച്ചില്ല. വിജിലൻസിൽ കേസുള്ളതിനാൽ പരാതി സ്വീകരിക്കാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. വിജിലൻസ് കേസ് ഇല്ലെന്നിരിക്കെയാണ് പോലീസിന്റെ തെറ്റിദ്ധരിപ്പിക്കൽ. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നു. ദിനകർ, തൊട്ടു മുമ്പ് നമ്മൾ നൽകിയത് വിജിലൻസ് നടത്തിയ കാര്യം, നിയമോപദേശം നൽകാതെ കേസ് അവസാനിപ്പിച്ച ഇടപെടൽ. ഇപ്പോൾ ഫോർട്ട് പോലീസും ഇതിന് സമാനമായ രീതിയിൽ ഇടപെട്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, വിജിലൻസിന് പിന്നാലെ പോലീസും മന്ത്രി കെ ബാബുവിനെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് കെ ബാബുവിനെതിരെ കേസെടുക്കണം. ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലുടെ അടിസ്ഥാനത്തിൽ കെ ബാബുവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയാണ് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞത്. വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യം വിജിലൻസാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ വിജിലൻസിൽ കെ ബാബുവിനെതിരെ കേസ് നിലനിൽക്കുന്നില്ല. പ്രിലിമിനറി എൻക്വയറി നടത്തി വിജിലൻസ് കേസ് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നത്. സാധാരണഗതിയിൽ അത്തരത്തിൽ വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ ഈ പരാതി വിജിലൻസിലേക്ക് കൈമാറുകയാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ, വിജിലൻസിൽ കേസില്ല എങ്കിൽ പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കണം. പ്രാഥമികമായ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. മറിച്ച് വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഈ കേസ് വിജിലൻസാണ് അന്വേഷിക്കേണ്ടത് എന്നും പരാതിക്കാരനോട് പറഞ്ഞ് പരാതിക്കാരനെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഇതിലൂടെ പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം അത്തരത്തിൽ വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഈ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു, അല്ലെങ്കിൽ വിജിലൻസിലേക്ക് കൈമാറുകയായിരുന്നു പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരാതി മടക്കി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ദിനകർ, അതായത് ഓരോ ഘട്ടങ്ങളിലും കെ ബാബുവിന് അനുകൂലമായ ഇടപെടലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരുപക്ഷെ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ കെ ബാബുവിൻ്റെ പേരില്ല എന്നായിരുന്നു കെ ബാബു തന്നെ രംഗത്തെത്തി പറഞ്ഞത്. പക്ഷേ ബിജു രമേശ് നൽകിയ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തീർച്ചയായും ബാബുവിൻ്റെ പേരുണ്ടായിരുന്നു. ബാബുവിന് കോഴ നൽകിയ വിവരം അന്ന് തന്നെ ബിജു രമേശ് പറഞ്ഞ വിവരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പകർപ്പുകളുടെ അടിസ്ഥാനത്തിൽ പീപ്പിൾ TV ഇന്നലെ കെ ബാബുവിൻ്റെ വാദം പൊളിച്ചതാണ്. തുടർന്ന് ഒട്ടനവധി ഇടപെടലുകൾ നേരത്തെ തൊട്ടു മുമ്പ് ദിനകർ തന്നെ നൽകിയതുപോലെ വിജിലൻസ് നിയമോപദേശം നൽകാതെ, നിയമോപദേശം തേടാതെ കേസ് അവസാനിപ്പിക്കുന്ന കാഴ്ച. ഇവിടെ ആഭ്യന്തര വകുപ്പും കെ ബാബുവിന് അനുകൂലമായി നിൽക്കുന്നു. നേരത്തെ PC ജോർജ് സൂചിപ്പിച്ചത് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇത്തരത്തിൽ ഇടപെടലുകൾ പങ്ക് കൈപ്പറ്റിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കെ ബാബുവിനെ രക്ഷിക്കാൻ നീങ്ങുന്നതെന്ന്. VS ശിവകുമാറിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ഇതേ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഈ ഇടപെടൽ എന്നത് ശ്രദ്ധേയമാണോ, പ്രസക്തമാണോ? അജിംഷാദ്, തീർച്ചയായും. കാരണം ആഭ്യന്തര വകുപ്പ് തന്നെയാണ് വിജിലൻസും ഒപ്പം പോലീസും രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിജിലൻസ് കെ ബാബുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി, പ്രാഥമിക അന്വേഷണം നടത്തി കേസ് എടുക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു രമേശിൻ്റെ 164 മൊഴിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിയമോപദേശം തേടാൻ വിജിലൻസ് തയ്യാറായതുമില്ല. ഈ ഘട്ടത്തിലാണ് പോലീസും പരാതിക്കാരനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കെ ബാബുവിനെ രക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതിനർത്ഥം പോലീസ് ഇൻസ്പെക്ടർ അല്ല, അതിന് മുകളിലുള്ള ആളുകളുമായി ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക്. അതായത് ദിനകർ, ഇപ്പോൾ നമ്മോടൊപ്പം പൊതുപ്രവർത്തകൻ PK രാജു കൂടി ചേരുകയാണ്. ശ്രീ രാജു, എത്രത്തോളം ഗൗരവമാണിത്? അതായത് ഒരു ഘട്ടത്തിൽ വിജിലൻസ് കേസ് അവസാനിപ്പിക്കുന്നു, വിജിലൻസിന്റെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് കേസ് ഏറ്റെടുക്കുന്നില്ല. കെ ബാബുവിന്റെ വിഷയത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. ഇതിനെ എങ്ങനെയാ കാണേണ്ടത്? ഞാൻ ഈ കെ മാണി രാജിവെച്ചതിന് ശേഷം ഈ കെ ബാബുവിനെതിരെ വന്നിട്ടുള്ള ആരോപണത്തെ വളരെ ഗൗരവമായി കണ്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ശ്രീമാൻ കെ ബാബുവിനെതിരെ തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി സമീപിച്ചത്. എന്റെ പരാതി തന്നെ 2 മണിക്കൂറോളം നിർത്തി വളരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ശേഷമാണ് രസീത് എനിക്ക് നൽകിയത്. ആ രസീതിൽ തന്നെ പറയുന്നത് ശ്രീമാൻ കെ ബാബുവിനെതിരെയും ശ്രീമാൻ ബിജു രമേശിനെതിരെയും പരാതിയും കേസും നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ വിജിലൻസിനെ സമീപിക്കണമെന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തലയും മറ്റു UDF നേതാക്കന്മാരും പറയുന്നത് ബാബുവിനെതിരെ കേരളത്തിൽ ഒരിടത്തും തന്നെ പരാതി നിലവിലില്ല എന്നാണ്. കേസ് നിലവിലില്ല.
കേസ് നിലവിലില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസ് പറയുന്നത് വിജിലൻസിൽ കേസുണ്ടെന്നാണ്. ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ഒരു പൗരൻ നിലയിൽ, അതായത് പി കെ രാജു പോലീസിനെ സമീപിക്കുമ്പോൾ, അതായത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ ആരോപണങ്ങൾ സുവ്യക്തമായ രീതിയിൽ ബിജു രമേശ് പറയുന്നു കെ മാണിക്ക് കൊടുത്തതുപോലെ തന്നെ കെ മാണിക്ക് കൊടുത്തതുപോലെ തന്നെ കെ ബാബുവിനും ബിജു രമേശ് നൽകിയിട്ടുണ്ടെന്ന്, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണോ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ പോലീസിനെ സമീപിച്ചത്? അപ്പോഴാണോ പോലീസ് ഇത്തരത്തിൽ മറുപടി നൽകിയത്? വ്യക്തമായി എഴുതിയാണ് നൽകിയിരിക്കുന്നത്. മാണിക്ക് എതിരെ വന്ന ആരോപണത്തിനെക്കാട്ടും വളരെ ഗൗരവമേറിയ ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ രാജധാനി ബിൽഡിംഗിൽ നിന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ആ പരാതിയിൽ ഊന്നി നിന്നതും. അത് ശരിക്ക് ആ പരാതി പോലീസ് നടപടി സ്വീകരിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. പോലീസ് തന്നെ അവിടെ 2 മണിക്കൂറോളം നിർത്തി ഉദ്യോഗസ്ഥന്മാരും മനഃപൂർവ്വം എഴുതി നൽകിയതല്ല. ഇത് വളരെ ആലോചിച്ച് നൽകിയ ഒരു പരാതിയാണ്. ഇതുപോലെ തന്നെ കെ എം മാണിക്കെതിരെ ഞാൻ പരാതി നൽകുന്നു. പീപ്പിൾ ടിവിയിൽ അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പരാതി നൽകുന്ന ഞാനാണ്. എന്നാൽ അന്ന് മ്യൂസിയം പോലീസ് ഇത് അന്ന് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ ഇതിപ്പോൾ തന്നെ കൈമാറുകയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞ് കൈമാറുകയും എന്നെ അന്നത്തെ ഈ മാണിയുടെ കേസുമായി കോഴക്കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എൻക്വയറി നടത്തുകയും ചെയ്തു. കത്തയച്ച് ഒളിപ്പിച്ച് എൻക്വയറി നടത്തി. പക്ഷേ ഈ കേസ് പോലീസ് ഒത്തുകളി നടത്തുകയാണ്. അതായത് മാണിക്കെതിരെ കൊടുത്തപ്പോൾ കൃത്യമായി പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുകയും താങ്കളോട് ആ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. നേരെ മറിച്ച് കെ ബാബുവിന്റെ വിഷയത്തിൽ മറ്റൊന്നാണ്. എന്നെ അവിടെ ഇരുത്തി വളരെ ബഹുമാനപൂർവ്വം കസേരയിൽ ഇരുത്തി പറഞ്ഞ് ഞാൻ ഇപ്പോൾ തന്നെ ഇത് വിജിലൻസിലേക്ക് കൈമാറി. 2 മണിക്കാണ് ഞാൻ അന്ന് കൊടുത്തത് പരാതി. ഇപ്പോൾ തന്നെ കൊടുക്കുമെന്ന് പറയും. അത് യഥാസമയം എന്നെ കത്തയച്ച് പോലീസിനെ വിട്ട് വീട്ടിൽ നിന്ന് വിളിപ്പിച്ചുകൊണ്ട് പോയി മൊഴിയെടുക്കുകയും ചെയ്തു. പക്ഷെ ബാബുവിന്റെ വിഷയത്തിൽ ആ ഒരു പരാതിക്കാരൻ പൊതുപ്രവർത്തന നിലയിൽ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനയിൽ നമുക്കൊരു ഒരു പരിഗണന തരികയോ എന്റെ രസീതിന് തക്ക മറുപടി തരികയോ ഉണ്ടായില്ല. അതായത് ഈ കെ ബാബുവിന്റെ വിഷയത്തിൽ പോലീസ് ഇങ്ങനെ കാട്ടിയ സമീപനം എന്തിന്റെ പേരിലാകും എന്നാണ് പൊതുപ്രവർത്തകനായ താങ്കൾ കരുതുന്നത്? അതാണ് ശ്രീമാൻ കെ എം മാണി പറഞ്ഞത്. ഇതിനകത്തെ ഒത്തുകളി ഉണ്ടെന്നും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം കേരള കോൺഗ്രസ് ആളും ഇവർ കോൺഗ്രസിന്റെ നേതാവാണല്ലോ കെ ബാബു. അതാണല്ലോ ഇന്നലെ പീപ്പിൾ ടിവി ചാനലിലും മറ്റു ചാനലുകളിലൊക്കെ സിദ്ദിഖെന്ന് പറയുന്ന UDFന്റെ നേതാവ് രോഷം കൊണ്ട് പോകുന്നതെല്ലാം ആണ്. മാണിയുടെ കേസിൽ ഇത് കാണിച്ചില്ല അവരാരും. എന്നാൽ ബാബുവിന്റെ കേസിൽ ഇവർക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല. അതായത് ശ്രീ പി കെ രാജു, അതായത് താങ്കളോട് പോലീസ് ഇത്തരത്തിൽ മാണിയുടെ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിൽ കെ ബാബുവിന്റെ വിഷയത്തിൽ ഇടപെട്ടു എന്നതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരത്താനാകുമോ? കെ ബാബുവിനെതിരെ കേരള പോലീസ് ഇത്തരത്തിൽ പക്ഷാഭേദമായി പെരുമാറിയതിന് എന്തെങ്കിലും വ്യക്തിപരമായ തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടോ? അതുകൂടി നൽകിയാൽ. ഞാൻ എഴുതി കൊടുത്ത പരാതിയിൽ വളരെ നന്നായി ആ CD വന്നിട്ട് പത്രസമ്മേളനത്തിന്റെ CD പഠിച്ചാണ് ഞാൻ അക്കമിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തെളിവ് തന്നെയുണ്ട്. ഞാൻ കൊടുത്ത പരാതി സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ബാബുവിന്റെ പേരിൽ FIR എടുത്തിരിക്കണം. അത് യാതൊരു സംശയവുമില്ല. കാരണം ആദ്യമായിട്ടാണ് ശ്രീ കെ ബാബുവിനെതിരെ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ കേരളത്തിൽ പരാതിക്ക് പോയ ഒരാൾ ഞാനാണ്. അതായത് ഇനി ഇത്തരത്തിലൊരു പോലീസ് സമീപനമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള താങ്കളുടെ നിലപാടെന്ത്? നിയമപരമായി അത് താങ്കൾ കൂടിയാലോചിച്ചോ? ഞാൻ എന്റെ അഭിഭാഷകനായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് തമ്പാനുമായി ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ ഇത്തരം രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിയമോപദേശ പ്രകാരം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തെ DGPയെ സമീപിച്ച് അന്നത്തെ പത്രസമ്മേളനത്തിന്റെ DGPക്ക് നൽകാൻ പോവുകയാണ്. പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോൺ വന്നത്. DGPക്ക് നൽകിയതിനു ശേഷമുള്ള വിവരങ്ങൾ താങ്കൾ ഞങ്ങളെ അറിയിക്കും എന്ന് തന്നെ കരുതുന്നു. ഒരുപക്ഷെ ഒരു കാര്യം കൂടി, തെറ്റിദ്ധരിപ്പിച്ചതാണ് പോലീസ് എന്ന്. വിജിലൻസിൽ ഇത്തരത്തിലൊരു കേസ് കെ ബാബുവിനെതിരെ നിലവിലില്ല എന്ന കാര്യം താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കേരള പോലീസ് എന്നതും താങ്കൾ പരാതിയിൽ ഉൾപ്പെടുമോ? ഇനിയുള്ള മേൽ പരാതികളിൽ ഇപ്പൊ കൊടുക്കുന്ന പരാതിയിൽ അത് ഉൾപ്പെടുത്തി തന്നെ കൊടുക്കും. കാരണം 2 നീതി കാണിച്ചു. കെ എം മാണിയുടെ പരാതിയുമായി ചെന്നപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലുണ്ടായ അനുഭവവും ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായ അനുഭവം പ്രത്യേകം ചൂണ്ടിക്കാട്ടി തന്നെ പരാതിയിൽ പറയും. ഉറപ്പായി തന്നെ അത് പരാതിയിൽ പറയുന്നതാണ്. പിന്നെ അത്തരത്തിലൊരു പരാതി പറയുന്നത് കൂടാതെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ, അതായത് നിലവിലൊരു കേസ് ഇല്ല, പക്ഷെ എന്നിട്ടും കേസുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു, അതും ഒരു ഒഫൻസ്.
അല്ല, നിലവിലൊരു കേസുണ്ടെങ്കിൽ പോലും എന്റെ പരാതിയിൽ അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ. അതെ, ബോധപൂർവം എഴുതിയതാണ്. ആ. ബോധപൂർവം എഴുതി ആണ്. എന്തായാലും ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു അദ്ദേഹം കേസില്ല എന്നും പോലീസ് പറയുന്നു കേസുണ്ടെന്നും. അതാണ് പോലീസിന്റെ ഇടയിൽ രണ്ട് തട്ടിപ്പ് നടക്കുന്നത്. ശരി, പി കെ രാജു വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, കെ ബാബുവിൻ്റെ വിഷയത്തിൽ ഒരുപാട് അനധികൃതമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആക്ഷേപം തെളിവുകൾ സഹിതം മാധ്യമങ്ങളിലടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പീപ്പിൾ ടി വി തന്നെ അദ്ദേഹത്തിൻ്റെ വാദത്തെ പൊളിച്ച് 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ പരാതികൾ പുറത്തെത്തുന്നത്. അതായത് നിലവിൽ വിജിലൻസിനെതിരെ ഒരു കേസില്ലാത്ത വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് പോലീസ് ബാബുവിനെതിരെ കേസെടുക്കാൻ മടിക്കുന്നു. പൊതുപ്രവർത്തകനായ പി കെ രാജുവാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതും താങ്കൾ കേട്ടിരിക്കും. സമഗ്രമായ ഒരു പ്രതികരണം. ഇത് കുറ്റകൃത്യവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആർക്കും, ഏത് പൗരനും അഥവാ കുറ്റകൃത്യമായി ബന്ധമില്ലാത്ത അഗ്രീവ്ഡ് അല്ലാത്ത ആൾക്ക് പോലും അവകാശമുണ്ട്. എന്നാൽ ക്രിമിനൽ നിയമത്തിന്റെ ചലിപ്പിക്കുന്നതിന് അത് ഏത് പൗരന്റെയും അവകാശമാണ്. ഇവിടെ രാജു നൽകി എന്ന് പറയുന്ന പരാതി ആ രീതിയിൽ കാണേണ്ട ഒന്നാണ്. അപ്പോൾ ഒരു മന്ത്രി കെ ബാബു പണം വാങ്ങി, പണം കൊടുത്തവരുടെ പ്രസ്താവനകൾ വരുന്നു. പല തെളിവുകളും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 164 സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പലതും പുറത്തു വരുന്നു. അപ്പൊ ഏതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഒഫൻസ് നടന്നതായി ഒരു പൗരൻ എന്ന നിലയ്ക്ക് രാജു നൽകിയ പരാതി അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 154 അനുസരിച്ച് അല്ലെങ്കിൽ 155 അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. കോഗ്നൈസബിൾ ആണോ നോൺ കോഗ്നൈസബിൾ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി 154 അനുസരിച്ചാണെങ്കിൽ പരാതി പോലും രേഖാമൂലം അല്ലാത്തതാണെങ്കിൽ പോലും അത് രേഖയിലാക്കേണ്ട ഉത്തരവാദിത്വം ആ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കുള്ളതാണ്. നോൺ കോഗ്നൈസബിൾ ആണെങ്കിൽ അത് മജിസ്ട്രേറ്റിന് അയക്കണം, മജിസ്ട്രേറ്റിന്റെ അനുവാദം വാങ്ങണം. രണ്ടായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ഗൗരവമുള്ള പരാതി ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിൽ എത്തിയപ്പോൾ അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുശാസിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത ഒരു ഏജൻസിക്ക് അവർ അവിടെ അങ്ങനെ വിഷയമേ അവിടെ അന്വേഷിക്കുന്നില്ല, അങ്ങനെ അവിടെ ഒരു കേസേ ഇല്ല, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടത് അത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്. ഒരു സാധാരണ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവത്തിനപ്പുറം കേരളത്തിലൊരു പോലീസ് ആക്ട് ഉണ്ട്. ആ പോലീസ് ആക്ടും അതിനുപരിയായി ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്. അതനുസരിച്ച് ഒരു പോലീസ് ചെയ്യേണ്ടതായ കാര്യത്തിൽ ഇത്ര ഗുരുതരമായ കൃത്യവിലോപം, വീഴ്ച അത് നടക്കാൻ പാടില്ല, ഏത് പരാതിയാണെങ്കിലും. ഇവിടെ അങ്ങനെ സംഭവിച്ചത് അധികാരത്തിലിരിക്കുന്ന മന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വരുമ്പോൾ നമ്മൾ കുറെ ദിവസമായി പറയുന്നുണ്ട് നമ്മുടെ പോലീസും വിജിലൻസും ഒക്കെ ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനം എപ്രകാരമാണ് നമ്മുടെ മന്ത്രിമാർക്ക് വിടുപണി ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണമായി ഇതും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഗൗരവമായ രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു ഒരുപക്ഷെ. അതായത് മ്യൂസിയം പോലീസിന്റെ മുന്നിൽ ഇതേ പരാതിയുമായി കെ എം മാണിക്കെതിരെ പോയ സമയത്ത് കൃത്യമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പ്രതികരണങ്ങളാണ് നടപടിക്രമങ്ങളിലൂടെ പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ ബാബുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, വിജിലൻസിൽ കേസുണ്ട് എന്ന് പറയുന്നു. വിജിലൻസിൽ അത്തരത്തിലൊരു കേസ് നിലനിൽക്കുന്നില്ല ബാബുവിനെതിരെ. അപ്പോൾ അത് പറഞ്ഞതും പോലീസ് കള്ളത്തരമാണ്. അതെ, ഒരു പോലീസ് വളരെ പ്രകടമായി കളവ് പറഞ്ഞ് പരാതിക്കാരനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഈ കേസിൽ. അതാണ് ബാബുവിനെ സഹായിക്കുക എന്ന് പറയുന്നത്. അതാണ് ഈ സീസറുടെ ഭാര്യയെ നമ്മളിപ്പോ പുറത്താക്കി. പക്ഷെ ഇത് സീസറുടെ പ്രിയപുത്രനാണ് കെ ബാബു. കെ ബാബുവിന് കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പം ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ബാബുവിനെ സംരക്ഷിക്കുന്നതിന്. മാണിയിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തേക്കാൾ എത്രയോ ഗൗരവമുള്ള കുറ്റമാണ് ബാബു ആരോപിക്കപ്പെടുന്നത്. പക്ഷെ എന്നിട്ടും ബാബുവിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആരും തയ്യാറാകാത്തത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സംവിധാനം ബാബുവിന് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി. അതായത് പി സി ജോർജ് നേരത്തെ ഞങ്ങളുടെ ചർച്ചയിലെത്തി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി ബാബുവിൻ്റെ വിഷയത്തിൽ അതിൻ്റെ പരിധി വിട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുവെന്ന്, ആഭ്യന്തരമന്ത്രിയും അങ്ങനെ തന്നെയാണെന്ന്. ഒരുപക്ഷെ പി സി ജോർജ് പറയുന്നത് കെ ബാബു പറ്റിയ പണത്തിൻ്റെ, കോഴപ്പണത്തിൻ്റെ വിഹിതങ്ങൾ ഇവരൊക്കെ പറ്റിയിട്ടുണ്ട്,
അത് തനിക്ക് വ്യക്തമായി അറിയാം, അതാണ് ഇത്തരത്തിലുള്ള സംരക്ഷണത്തിന് കാരണമെന്ന്. അത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം തള്ളിക്കളയാവുന്നതിനപ്പുറത്തേക്കല്ലേ? അല്ല, ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണം എന്ന നിലയ്ക്കല്ല ഇത് ഉന്നയിക്കുന്നത്. കുറെ കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന വിഷയം തന്നെയാണിത്. കെ ബാബു ആർജിച്ചിട്ടുള്ള സ്വത്തിന്റെ കണക്കൊക്കെ എറണാകുളത്ത് തൃപ്പൂണിത്തുറക്കാർക്കെങ്കിലും അറിയാം. അദ്ദേഹം വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഭൂസ്വത്ത്, മറ്റു കാര്യങ്ങളൊക്കെ കെ ബാബു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, തൃപ്പൂണിത്തുറയ്ക്ക് വരുമ്പോൾ ആരായിരുന്നു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അബ്കാരികളുമായി ഉള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ്? ഇത്രമാത്രം അബ്കാരി ബന്ധമുള്ള ഒരു വ്യക്തിയെ എക്സൈസ് മന്ത്രി പോലും ആക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതും ആക്കി. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും കറവ പറ്റാത്ത ഒരു പശുവിനെ പോലെയാണ് അത് ഊറ്റി എടുത്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കെ ബാബുവിന്റെ നമുക്കൊരു പേഴ്സണൽ കപ്പാസിറ്റി നമുക്ക് അറിയാവുന്നതാണ്. കെ ബാബുവിന് തനിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല ഇതൊന്നും. അവിടെ കെ ബാബു എക്കാലത്തും ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ ആശ്രിതനാണ് കെ ബാബു. അപ്പോൾ കെ ബാബുവിന് എന്തെങ്കിലും ഒരു പരിക്ക് സംഭവിച്ചാൽ ആ പരിക്കിന്റെ നേരെ അത് പ്രതിഫലിക്കുന്നത് ഉമ്മൻചാണ്ടിയിൽ തന്നെയായിരിക്കും. ഈ സർക്കാർ അതോടെ നിലംപതിക്കും. എക്സൈസ് മന്ത്രിക്ക് ഒരു അപകടം പറ്റിയാൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിലനിൽപ്പ് ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വ്യക്തമായ നിയമം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമം എന്ന് പറയുന്ന എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി, താങ്കൾ അത് ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് എങ്കിൽ പോലും ഒരുപക്ഷെ പ്രേക്ഷകർക്കും പി കെ രാജുവിനും അടക്കം പെറുക്കിയെടുക്കാൻ പാകത്തിൽ, അതായത് ഇങ്ങനെ ഒരു നടപടി പോലീസിലേക്ക് പരാതി നൽകുന്നു, അത് പോലീസ് നിഷേധിക്കുന്നു. എന്താണ് പോലീസ് എടുക്കേണ്ടിയിരുന്നത്? ഒന്ന്. രണ്ട്, ഇത്തരത്തിൽ നിഷേധിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള നിയമ നടപടികൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെ പി കെ രാജു അടക്കമുള്ളവരുടെ മുമ്പിൽ? അത് നമ്മൾ ഈ കേസ് എന്നല്ല, ഏത് പരാതിയാണെങ്കിലും സെക്ഷൻ 154 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഇത് വാക്കാൽ പറഞ്ഞാൽ പോലീസ് ഓഫീസർ അത് രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തി പരാതിക്കാരന്റെ ഒപ്പ് വാങ്ങി അതിന്റെ കോപ്പി പരാതിക്കാരന് നൽകണം. രേഖാമൂലമാണ് കൂടെ കൊടുക്കുന്നതെങ്കിലോ അത് അവിടെ രേഖപ്പെടുത്തണം. അവരുടെ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തണം. ഈ നമ്മൾ സാധാരണ പറയുന്ന FIR ഒക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അത് തന്നെയാണ് ഈ കാര്യം. പക്ഷെ അത് അങ്ങനെ ഒരു വാക്ക് CRPC ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളത് കോടതിയാണ്. ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് നമ്മളൊരു ക്രിമിനൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു. മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് പോലീസിന് ഓർഡർ നൽകുന്ന പ്രൊവിഷനാണ് പിന്നെ ഉള്ളത്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ ഒരിക്കലും ഒരു വഴിയും അടയ്ക്കുന്നില്ല. ഒരു വഴി അടയുമ്പോൾ മറ്റു വഴികൾ നിയമം തുറന്നു തരുന്നുണ്ട്. ആ വഴിയിലൂടെ പരാതിക്കാരന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അതെ അതെ, തീർച്ചയായും. വളരെ നന്ദി. ഈ ഘട്ടത്തിൽ നിയമോപദേശം കൂടി ലഭ്യമാക്കിയതിന് വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അവസാനമായി ദിനകറിലേക്ക്. ദിനകർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങൾ. ഒരുപാട് നടപടിക്രമങ്ങൾ പോലീസിനകത്ത് പാലിക്കേണ്ടിയിരുന്നു. നഗ്നമായ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പി കെ രാജു പറഞ്ഞു കൂടുതൽ പരാതികൾക്കായി DGPയിലേക്ക് സമീപിക്കുകയാണ് എന്ന്. ഒപ്പം വിജിലൻസിൻ്റെ പേരിലൊരു ഇല്ലാത്ത കേസാണ് പോലീസ് പറഞ്ഞതെന്ന് വളരെ ഗൗരവം അറിയിക്കുന്ന ഒരു കാര്യം കൂടി ഇതിലില്ലേ ദിനകർ? സമഗ്രമായി വിലയിരുത്തുമ്പോൾ തീർച്ചയായും അജിംഷാദ്, വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നില്ല എന്നിരിക്കെ വിജിലൻസിൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തങ്ങൾക്ക് ലഭിച്ച പരാതി അവിടേക്ക് കൈമാറാൻ അവിടെയാണ് ബോധിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് തീർച്ചയായും നിയമത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി. KG ദിനകറാണ് ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകിയത്. വിജിലൻസ് അന്വേഷണത്തിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കെ ബാബുവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ചെന്നിത്തല.